ജോൺസൺ കൊച്ചുപറമ്പൻ, മറ്റൊരു ആസ്പെക്ട് കൂടി നാം ചിന്തിച്ചു നോക്കുമ്പോൾ, ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട് ഈ പ്രണയചതിയിൽ പെട്ട് വരുന്ന ആ ഒരു പെൺകുട്ടികൾ പിന്നീട് അതിൻ്റെ ഒരു നിയമത്തിന്റെ ഒരു തലത്തിലേക്ക് ഒക്കെ പോകുമ്പോൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ ഒരു ഹെബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്നു, പെൺകുട്ടികളെ കോടതിയിൽ അല്ലെങ്കിൽ അവിടെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ഹാജരാക്കുന്നു. അപ്പോൾ പലപ്പോഴും അവിടേക്ക് ഈ വേട്ടക്കാരന്റെ സൈഡിൽ വരുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു നീക്കം അത് വളരെ ദുരൂഹത ഉണർത്തുന്നതല്ലേ? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് ഈ പറയുന്ന ആൺകുട്ടികൾ ഒരു കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അത്തരത്തിലുള്ള ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന നിയമത്തിന്റെ പിൻബലം, ഒരു ആൾബലം, അത് പലപ്പോഴും ദുരൂഹത ഉണർത്തുന്നതല്ലേ? അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ അങ്ങയുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അങ്ങേക്ക് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ? തീർച്ചയായിട്ടും വളരെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. വളരെ സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരുടെ കരച്ചിൽ ഏറെ കണ്ടിട്ടുണ്ട്. ഇപ്പോ ബഹുമാന്യനായ ജയസൂര്യൻ വക്കീൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഭരണതലത്തിലോ കോടതിയുടെ ഒരു രേഖകളിലോ ഇല്ലാത്ത ഒരു പദം, അതില്ല എന്നല്ല അതിന്റെ അർത്ഥം, അത് സമൂഹത്തിൽ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ബഹുമാന്യനായ അച്ഛൻ പറഞ്ഞത്. ഞാനിപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയാം. ഞാൻ മറ്റൊരാളെ കുറിച്ച് പറയുന്നില്ല, എന്നെ തന്നെ ഞാനങ്ങ് പറയുക. എന്റെ സഹോദരി അല്ലെങ്കിൽ എന്റെ മകൻ സ്വാഭാവികമായി ഒരു ഇതര മതസ്ഥനുമായി ഒരു പ്രണയബന്ധത്തിൽ, സ്വാഭാവികമായി സ്നേഹബന്ധത്തിൽ ഇടപെട്ടു എന്നും കരുതുക. ആദ്യമായി ഒരു രക്ഷിതാവ് എന്ന നിലയിലോ ഒരു ആങ്ങളെ എന്ന നിലയിലോ ഞാൻ അംഗീകരിക്കണമെന്നില്ല. സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടിയെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ പെൺകുട്ടി അത് തന്നെ മതിയെന്ന് പറയുമ്പോൾ നമ്മൾ അത്തരം കൗൺസിലിങ്ങിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ കൊണ്ടുപോകും. ഈ സമയത്താണ് ഈ ചെറുക്കന്റെ വീട്ടുകാർ നിയമപരമായി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഇങ്ങനെ പെൺകുട്ടിയോട് ഇഷ്ടത്തിലാണ്, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കും. കൃത്യമായ വഴിയാണല്ലോ, നിയമ വഴിയാണ്. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സഹോദരിയോ മകളെയോ ആയിട്ട് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു രക്ഷിതാവിന്റെ ഹൃദയം പൊട്ടുന്ന, ഒരമ്മയുടെ നെഞ്ചു നുറുങ്ങുന്ന വേദനയോടെ ഒരു പെൺകുട്ടിയുമായി ഒരപ്പനും അമ്മയും ഒരു പോലീസ് സ്റ്റേഷന്റെ പടി കയറും. ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകേണ്ടി വന്നിട്ടുള്ളവരല്ല, സമൂഹത്തില് ഒരു തെറ്റും ചെയ്ത് ആരെങ്കിലും ഒരു വഴക്ക് പോലും കേട്ടിട്ടുള്ളവരല്ല. എല്ലാവരും ഇനി മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ജോർജ്, ഒരു കാര്യം ഓർക്കണം, ഒരു സാധാരണ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായാൽ ഞാൻ എന്നെ തന്നെ അങ്ങ് പറയുക, ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് എൻ്റെ അയൽവക്കക്കാർ അറിയരുത്, എൻ്റെ വീട്ടുകാരും അറിയരുത്, സമൂഹം അറിയരുത്, അല്ലേ? അറിയാതെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇവിടെ രക്ഷപ്പെടുത്തി മറ്റൊരു കല്യാണം കഴിപ്പിക്കണം. ഇതൊരപ്പൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാര്യയും മകളുമായി ആരും അറിയാതെയാണ് സ്റ്റേഷനിൽ പോകുന്നത്. അങ്ങനെ നിരവധി കേസുകൾ. ഇവിടെ ഒരു 150 കേസിൽ പിടിച്ചാൽ അത് ഇറക്കാൻ ലോക്കൽ സെക്രട്ടറിയും വാർഡ് പ്രസിഡന്റിയും ഒക്കെ കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരന്റെയോ ആരുടെയോ പിന്തുണയില്ലാതെ ഒരു പെൺകുട്ടിയെ ഒളിപ്പിച്ചുകൊണ്ട് വന്ന് ഒരു അപ്പനും അമ്മയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഏതെങ്കിലും ഒരു നിഴലുള്ളിടത്ത്, ആരും കാണാതെ, പബ്ലിക് വരുന്ന കാണാത്തടത്ത് മാറി നിൽക്കുക. പോലീസുകാരുടെ സമീപനം, ബഹുമാനായ SIയുടെ അല്ലെങ്കിൽ SHOയുടെ സമീപനമൊക്കെ വളരെ പ്രതീക്ഷാവഹമാണ്. ചാച്ച, അമ്മച്ചി, അല്ലെ ചേട്ടാ, പേടിക്കണ്ട, പെൺകുട്ടികളല്ലേ, ഈ പ്രായമല്ലേ, നമുക്ക് ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാം, നമുക്ക് മോളെ പറഞ്ഞ് മനസ്സിലാക്കാം. വളരെ ശാന്തമായി കുറെ സമയങ്ങൾ, ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കടന്നു പോകും. ഈ ചെറുക്കൻ വരേണ്ടത് അവന്റെ അപ്പനോടൊപ്പം അല്ലേ, അമ്മയോടൊപ്പം അല്ലേ? ആണല്ലോ. അങ്ങനെ വരുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഒരു ചെറുക്കന്റെ അമ്മയും അവിടെ വന്നിട്ടില്ല. വരുന്നത് മുഴുവൻ സമുദായത്തിന്റെ ആചാര്യന്മാരെന്ന നിലയിൽ. അങ്ങനെ ഇനി സമുദായ ആചാര്യനാണിട്ട് വരുന്നു നിൽക്കട്ടെ, ആ പ്രദേശത്തുള്ളവർ വേണ്ടവരെ, അല്ലേ? ഞാനിപ്പോൾ താമസിക്കുന്നത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ അതിർത്തിയില്ല. നെടുങ്കണ്ടം പോലീസിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ ചെറുക്കനോടൊപ്പം നെടുങ്കണ്ടത്തെ ആ ചെറുക്കന്റെ സമുദായത്തിൽപ്പെട്ട സമുദായ നേതാക്കന്മാരോ
ആരെങ്കിലും അല്ലേ കടന്നു വരേണ്ടത്. അവിടെ എങ്ങും പരിചയമില്ലാത്തയാൾ, ഒരാളല്ല ഒരു സംഘം ഇങ്ങ് വരികയാണ്. വന്നാലോ എത്ര മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നതെന്നറിയാവോ? അവരെ നമ്മൾ കണ്ടു പഠിക്കണം. അവർ വന്ന് ആദ്യമേ ഈ സഹോദരനോ അപ്പനായിട്ട് നിൽക്കുന്ന എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും, എന്റെ ഭാര്യയോട് പറയും സഹോദരി എന്ന് പറയും. വളരെ മയത്തിൽ സംസാരിച്ചിട്ട് പറയാം, കുട്ടികളല്ലേ, ഈ പ്രായമല്ലേ, ഈ വികാരമല്ലേ, ഞങ്ങളുടെ ചെറുക്കൻ ചെയ്തത് തെറ്റാണ്, ആ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കരുത്, അങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ചെറുക്കൻ ആവശ്യപ്പെട്ടാലും ആ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിൽ വലിയൊരു പ്രതീക്ഷ എനിക്ക് കിട്ടാറുണ്ടോ ജോർജി? ഇല്ല ഇല്ല. ഞാൻ ആഗ്രഹിച്ചത് അതല്ലേ? അല്ലെ, എന്റെ മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ കൂടെ കൊണ്ടുപോകാൻ അവർ അനുവദിക്കില്ല. അവിടെ നിന്ന് കുറെ കഴിയുമ്പോൾ SHO സ്റ്റേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോ നമ്മളെ അകത്തേക്ക് വിളിക്കുന്നു. അകത്ത് കയറുമ്പോൾ ഒരു ഡിമാൻഡ് ചെറുക്കനോ ചെറുക്കന്റെ അപ്പനോ പറയുന്നു. നിയമപരമായി 18 വയസ്സ് കഴിഞ്ഞു, കാര്യങ്ങൾ നിയമപരമായി പോകട്ടെ. ഈ വന്നവർ അവിടെ ഒരു സമാധാനവും നമ്മോട് പറഞ്ഞ വാക്കുകളും ഒന്നും പറയാനില്ല. അവരും പറയുന്ന അതേ കാര്യം തന്നെ, നമുക്ക് നിയമപരമായി നോക്കാം സാറേ, നിയമപരമായി പോകട്ടെ, പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ കൂടെ പോകട്ടെ. ഈ പറഞ്ഞതുപോലെ അച്ഛൻ സൂചിപ്പിച്ചല്ലോ, ഒരു സുപ്രഭാതത്തിലല്ല, വളരെ വിദഗ്ധമായി പരിശീലനം കൊടുത്തവർ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ കുട്ടി, ആ കുട്ടിക്ക് ആ സ്റ്റേഷനിൽ നിന്നും 18 വയസ്സിന്റെ ആ പ്രായത്തിന്റെ ഒരു ഒറ്റ പോയിന്റ് കിട്ടിയാൽ ചെറുക്കന്റെ കൂടെ പോകണമെന്നേ പറയൂ. മനസ്സിലായോ എത്ര ഭീകരമാണെന്ന്? അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൽ കൃത്യമായി ഞാൻ പറയാം, പെൺകുട്ടി ഊരി പോകത്തില്ലാത്ത രീതിയിലുള്ള, അത് ഈ ഗർഭിണിയാക്കിയത് മാത്രമല്ല, സ്വകാര്യ ഭാഗങ്ങളിൽ പച്ച കുത്തി മുദ്ര ചാർത്തി മായ്ക്കത്തില്ലാത്ത വിധത്തിൽ പെൺകുട്ടികളെ അടിമയാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഊരിപ്പോകാൻ കഴിയില്ല. ചില കേസുകളിലൊക്കെ ചെറുതായി ലഹരിക്ക് അടിമയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പെൺകുട്ടിയെ വശീകരിച്ചു വെക്കുകയും പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ കൃത്യമായ നിയമത്തിന്റെ പിൻബലത്തോടെ പെൺകുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്യും. കരഞ്ഞുകൊണ്ട് ഒരപ്പൻ എന്ന നിലയിൽ, ഒരാങ്ങള എന്ന നിലയിൽ ഞാനും എന്റെ ഭാര്യയും ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് ഇവിടെ. ഒന്ന്. രണ്ട്, അച്ഛൻ 2-3 പ്രാവശ്യം പറഞ്ഞു നമ്മളിങ്ങനെ ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ, അതിന്റെ അപ്പുറം ഒന്നും ഉണ്ടായില്ല. ഇതെന്തുകൊണ്ട് അച്ഛ അല്ലെങ്കിൽ ജയസൂര്യ സാറെ ഉണ്ടാകാത്ത ഒരു സാഹചര്യം, സാമൂഹിക സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത്? അതാണ് ഇൻട്രോയിൽ ജോർജ് പറഞ്ഞത്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പദം, ആ പദം ആരെയാ പൊള്ളിക്കുന്നത്? ഇപ്പോൾ ഒരു 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 മകള് ഒരു കേക്കിന്റെ നല്ല കഷ്ണം അവക്ക് കൊടുത്തതാ. ആ നല്ല കഷ്ണം കൊണ്ടുവന്ന് അപ്പൻ നില എനിക്ക് തരുവാണ്. ഞാൻ പറയും ലവ് യുടാ കണ്ണേ മോളെ മുത്ത് നീ ചക്കരയാ എന്ന് പറഞ്ഞൊരു ഉമ്മ കൊടുക്കും. ആ ലവിന് എന്തെങ്കിലും തെറ്റായ അർത്ഥമുണ്ടോ? ഇനി ചെറുപ്പക്കാരനായ ഒരു ചെറുക്കൻ അവൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തി ഐ ലവ് യു പറഞ്ഞാൽ അതിന്റെ അർത്ഥമുണ്ടോ? ഇവിടെ ബഹുമാനായ വക്കീൽ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക ലക്ഷ്യം, പ്രണയത്തിന്റെ, ഈ കൗമാരക്കാരന്റെ പ്രണയത്തിന്റെ ലക്ഷ്യം എന്താ? വിവാഹം കഴിക്കണം, അവളോടൊപ്പം കുടുംബജീവിതം നയിക്കണം. ഈ ലക്ഷ്യത്തിലൊന്നും തെറ്റില്ല. പക്ഷേ ഇതിനപ്പുറമായൊരു ലക്ഷ്യം, അത് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. കുടുംബജീവിതം എന്നതിലേക്ക് മതപരമായ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രണയത്തെ ജിഹാദ് എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? എന്താണ് ജിഹാദ്? അതുകൂടി ഒരു മിനിറ്റ് ഒന്ന് പറയാതെ പോകാൻ കഴിയില്ല. എന്താണ് ജിഹാദ്? തങ്ങളുടെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്നും ആ മതത്തിലേക്ക് മറ്റ് സമൂഹങ്ങളെയോ വ്യക്തികളെയോ രാഷ്ട്രങ്ങളെയോ കൊണ്ടുവരുന്നതിന് ഏത് മാർഗം സ്വീകരിച്ചാലും, അത് മാന്യമായ മാർഗമാകാം, ഭീകരപ്രവർത്തനമാകാം, ഏതാണെങ്കിലും ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് ജിഹാദ്. മനസ്സിലായോ? ആ മതത്തിലേക്ക് കൊണ്ടുപോകുവാൻ ചെയ്യുന്ന, കണക്ക് കൂട്ടി പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ജിഹാദ്. അതാണ് ജിഹാദെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പ്രണയം ജിഹാദല്ലേ? ലവ് ജിഹാദല്ലേ? അതിന് ആ പദമല്ലേ പറയാൻ കഴിയൂ? അതിന് ഭരണഘടനയിൽ ആ പദമില്ല എന്നോ, നമ്മുടെ പോലീസിന്റെ രേഖകളിൽ ആ പദമില്ല എന്നോ, പാർലമെന്റിലോ നിയമസഭയിലോ ആ രേഖ പദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തുത ഇവിടെ ഇല്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? ഇത് മനസ്സിലാക്കണം. വളരെ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്.
ഉം. ഇതിന്റെ ഒന്നാമത്തെ കാരണം, 2 കാരണങ്ങളുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Yes, yes, പറഞ്ഞോളൂ. ഒന്നാമത്തെ കാരണം ബഹുമാനനായ വക്കീൽ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നല്ല ഒരു പേരന്റിങ് കൊടുക്കുന്നതിൽ, അവരുടേതായ വിശ്വാസ മൂല്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ, കുട്ടികളെ ഒന്ന് കേൾക്കുന്നതിൽ, അവരെ പരിഗണിക്കുന്നതിൽ, അവരെ ഒന്ന് ചേർത്ത് നിർത്തുന്നതിൽ പലയിടങ്ങളിലും മാതാപിതാക്കന്മാർ പരാജയപ്പെട്ടിരിക്കുന്നു. 1. 2, സമൂഹത്തിൽ നാം അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ചില ഇസങ്ങളുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ, 1, നമ്മുടെ ഈ ഫ്രീ സെക്സ് വലിയ കുഴപ്പമില്ല, കല്യാണം കഴിച്ചില്ലേലും നമുക്ക് ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കാം, മതം ഏതായാലും അതിനെന്താ കാര്യം ഇരിക്കുന്നത്, ഏത് മതവും ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള ചില മൂല്യങ്ങളെ ക്രമേണ ഇടിച്ചു താഴ്ത്തുന്നു. ആ ഇടിച്ചു താഴ്ത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിർക്കും, അതിനെന്താ തെറ്റിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പരിണിത ഫലമായി ഉണ്ടാകുന്ന ആ കുട്ടികളിലേക്ക് ഈ വലിയ മത ആശയം കൊണ്ടെത്തിക്കുന്നു. മനസ്സിലായോ? ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അഡ്വക്കേറ്റ് ഒരു ഹിന്ദുവാണ്. ഹിന്ദുവിന്റെ മൂല്യങ്ങൾ എപ്പോൾ ജയസൂര്യന് നഷ്ടപ്പെടുന്നോ, ക്രിസ്ത്യാനിയുടെ മൂല്യങ്ങൾ എപ്പോൾ ജോൺസൺ എന്ന് പറയുന്ന എനിക്ക് നഷ്ടപ്പെടുന്നോ, അതെന്റെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടുന്നു. ആ നഷ്ടപ്പെടുന്ന ഇടങ്ങളിലേക്ക് മറ്റൊരു മതം പ്രത്യേക താല്പര്യത്തോടുകൂടി പരിശീലനം കിട്ടിയവര് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അറിയാതെ ഈ കുട്ടികൾ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. ഈ അപകടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ജോർജി, ഇപ്പൊ PC ജോർജ് സാബ് പറഞ്ഞതിനെ കുറിച്ചാണ് ആദ്യം തുടങ്ങിയത്. PC ജോർജ് പറഞ്ഞ വേദിയാണ്, PC ജോർജ് പറഞ്ഞത് എന്തൊക്കെയാണ്, അതൊന്നും ചർച്ച ചെയ്യാതെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹമുള്ളത് കോഴിക്കോട് മലപ്പുറം ഒക്കെ അല്ലേ? അവിടെ നിന്നൊന്നും ഇല്ലാത്ത ഒരു പോർവിളി, കൊലവിളി PC ജോർജിനെതിരെ ഈരാറ്റുപെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാകണമെങ്കിൽ അത് ഈ കേരളത്തിന് നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. വാഗമണിലെ സിമി ക്യാമ്പും ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ച തടിയന്റെ അവിടെ നസീർ അടക്കമുള്ള ഭീകരരുടെ സാന്നിധ്യമുള്ള പ്രദേശം കേരളത്തിന് നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. അത് അപകടകരമാണ്, കാണാതെ പോകരുത്.